വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്തു. ഈ കരാർ പ്രകാരം ഹോർമസ് സ്വതന്ത്ര പാതയായിട്ട് തുറക്കപ്പെടും എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. അതോടനുബന്ധിച്ച് ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തത്വത്തിൽ നീക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ട്രൂത്ത് സോഷ്യലിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് ചില നിലപാടുകൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: എൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സന്തോഷം ലോകത്തിനുണ്ടാകുന്ന ഒരു പ്രഖ്യാപനം നടത്താൻ വേണ്ടി പോവുകയാണ്. അത് ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് ഗുണമുള്ളതും സന്തോഷമുള്ളതുമാണ് എന്ന പരാമർശത്തോടു കൂടി അദ്ദേഹം ആ കാര്യം പറയുകയും ചെയ്തു. ഇങ്ങനെയാണ് പറയുന്നത്: ജന്മദിന ആഘോഷം ന്യൂയോർക്കിൽ വൈറ്റ് ഹൗസിൽ വെച്ച് വിപുലമായി നടത്തപ്പെടുകയായിരുന്നു ഇന്നലെ. അതിനോടനുബന്ധിച്ച് തന്നെയാണ് പ്രഖ്യാപനം ഉണ്ടായത്. 1946 ജൂൺ മാസം 14-ാം തീയതിയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജന്മദിനം. അത് വിപുലമായിരിക്കുന്ന പരിപാടിയോടുകൂടി വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തപ്പെടുന്നതിനോടനുബന്ധിച്ച് ചില സന്തോഷകരമായിരിക്കുന്ന വിവരങ്ങൾ എനിക്ക് ലോകത്തോട് പറയാനുണ്ട്. അത് നിങ്ങൾക്കും അതിൻ്റേതായിരിക്കുന്ന ഗുണമുണ്ടാവും എന്ന് ആമുഖ പ്രസംഗം നടത്തി, അല്ലെങ്കിൽ ആമുഖം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പ് തന്നെ പറഞ്ഞത്. പറയുന്ന കാര്യം: ഹോർമൂസ് കടലിൻ്റെ മേഖലയിൽ കുടുങ്ങിയിരിക്കുന്ന കപ്പലിലെ ജീവനക്കാരെ, നിങ്ങൾ എഞ്ചിൻ സ്റ്റാർട്ടാവുക, നിങ്ങൾക്കാണ് സന്തോഷകരമായിരിക്കുന്ന സന്ദേശം എനിക്ക് കൈമാറാനുള്ളത് എന്നുള്ളതാണ്. ഇറാനുമായി ഏകദേശം 4ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന യുദ്ധത്തിൽ ഒരു തരത്തിലും ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് പൂർണ്ണമായിരിക്കുന്ന ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ സമാധാന ചർച്ചയിലൂടെ കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും പറയപ്പെട്ട കാര്യമാണ്. മുന്നേറുക വലിയ പ്രയാസമാണ്, ജയിച്ചടക്കുക അതും വലിയ പ്രയാസമാണ്. അതിനാൽ തന്നെ ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന ഒരു വിജയം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉചിതമായിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് യുദ്ധവിരാമമാണ്. അതിനപ്പുറമൊന്നുമില്ല. പരമാവധി കരാർ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് തത്വത്തിൽ പ്രശ്നപരിഹാരം അവസാനിച്ചു എന്ന് പറയുന്ന അത്രയും ഗുണം മറ്റൊരു കാര്യത്തിനും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. അത് അദ്ദേഹം അക്ഷരം പ്രതി പാലിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിനോടനുബന്ധിച്ചിപ്പോൾ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്, ഇസ്രായേൽ ലെബനാനെ വീണ്ടും ആക്രമിച്ചു എന്ന തരത്തിലാണ്. അപ്പോൾ അതോടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതും ലോകം ഉറ്റുനോക്കുന്നു. ഈ പറയപ്പെട്ട കാര്യങ്ങൾ അത്രയും അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റേതായിരിക്കുന്ന അഭിപ്രായത്തിൽ പ്രകടമാക്കിയതാണ്. അങ്ങനത്തെ ഒരു വിഷയം ഇതിലുണ്ട്. ഇനി 2ാം ഘട്ടത്തിൽ ഇത് ഇറാൻ അപ്പാടെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരണം. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ അതിനൊരു പൂർണ്ണത കൈവരിക്കൂ എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ഇറാൻ്റെ പത്രങ്ങൾ, മെഹർ പത്രങ്ങളടക്കമുള്ള സർക്കാരിനെ പിന്തുണക്കുന്ന പരമാവധി പത്രങ്ങൾ ഈ കരാർ വ്യവസ്ഥയെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാൻ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും വെള്ളിയാഴ്ച ഇതിൻ്റെ ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനം സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുമെന്നാണ്. സ്വിറ്റ്സർലൻഡുമായിട്ട് ഇറാന് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. അമേരിക്കയും അങ്ങനെ തന്നെയാണ്. നയതന്ത്ര ബന്ധം ഇറാനും അമേരിക്കയും തമ്മിൽ ഇല്ല എന്നതിനാൽ രാജ്യത്തിലെ പൗരന്മാർക്ക് വിസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്കയിൽ എത്തിക്കാനും അമേരിക്കയുടെ സന്ദേശങ്ങൾ ഇറാനിന് കൈമാറാനും ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യം. അവിടുത്തെ ഭരണാധികാരികളുമായിട്ടൊക്കെ വലിയ ബന്ധമാണ്. ഇപ്പം തന്നെ ലോകകപ്പിന് ഇറാൻ്റെ ഫുട്ബോൾ ടീം അമേരിക്കയിലേക്ക് പോയത് സ്വിറ്റ്സർലൻഡിൻ്റെ മധ്യസ്ഥതയിലൂടെയാണ്. അവരാണ് ആ വിസ അമേരിക്കയിൽ സംഘടിപ്പിച്ച് നൽകിയത്. കരാർ വ്യവസ്ഥ മുഴുവൻ അമേരിക്ക ഉണ്ടാക്കിയത് സ്വിറ്റ്സർലൻഡുമായിട്ടാണ്. 70ഓളം ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ 10-ലധികം ആളുകൾക്ക് അമേരിക്ക വിസ നിഷേധിച്ചു. അത് IRGCയുമായിട്ട് ബന്ധമുണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ്. IRGC എന്ന് പറഞ്ഞാൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡാണ്. ഇറാൻ രാജ്യത്തിൻ്റെ സൈനിക വിഭാഗത്തെയാണ് IRGC എന്ന് പറയുന്നത്. അവരോട് അനുഭാവം പ്രകടിപ്പിച്ച ആളുകൾക്ക് വിസ നൽകിയിട്ടില്ല, ബാക്കി എല്ലാവർക്കും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു.
ഇറാഖിലെ ഒരു പത്രപ്രവർത്തകൻ പ്രവേശിച്ച സമയത്ത് അദ്ദേഹത്തെ നഗ്നനാക്കി പരിശോധന നടത്തി എന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ കൂട്ടി വായിക്കാൻ പറ്റുന്നത് യുദ്ധം വിരാമം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒരു വലിയൊരു പ്രഖ്യാപനം സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കും. അത് ട്രംപ് ഉണ്ടാവും. അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ പ്രതിനിധി ഉണ്ടാകും എന്ന് പറയുന്നു. ഏത് പ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ടില്ല. അബ്ബാസ് അറാജിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എന്ന നിലക്ക് പ്രതികരിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രതികരിക്കണം. അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഈ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് ആത്മീയ നേതാവ് മുജ്തബ അലി ഖംനായിയാണ്. ഖംനായിയുടെ പ്രസ്താവനയും പുറത്തു വന്നിട്ടില്ല. ഇവരുടെ പ്രസ്താവന പുറത്തു വരുന്നതും നോക്കി നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരുടെ ഒരു തീരുമാനം കൂടി പുറത്തു വരുന്നതോടുകൂടി ഏറെക്കുറെ ഇതിനൊരു ശാന്തതയുണ്ടാവും. ഈ വിഷയത്തിന് ഏറെക്കുറെ പരിഹാരമുണ്ടാവുകയും ചെയ്യും എന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സ്വതന്ത്രമായിരിക്കുന്ന പാതയായി ഹോർമുസ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അങ്ങനെ ഒരു പ്രത്യേകത ഇതിലുണ്ട്. ഹോർമുസ് പാത സ്വതന്ത്രമായിട്ടും മാറുന്ന സമയത്ത് യുദ്ധത്തിന് മുൻപ് എങ്ങനെയായിരുന്നു അവസ്ഥകളും സാഹചര്യങ്ങളും സമാന സ്ഥിതിയും അവസ്ഥകളും ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ തരത്തിലേക്കാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഇറാൻ മുന്നോട്ട് വെക്കപ്പെട്ട കാര്യമുണ്ട്. ആ കാര്യങ്ങൾ ഒന്ന് ഹോർമുസിൽ തങ്ങൾ ചുമത്തുന്നുണ്ട്. ചുങ്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അതിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഹോർമുസ് എന്ന് പറയുന്ന കടൽപ്പരപ്പ് തങ്ങളുടെ അവകാശമാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു തീർപ്പ് വരാനുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ വിശദീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എല്ലാ കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ചെറിയ വാക്കുകളിൽ കൂടി അവസാനിപ്പിച്ചു. വിഷയങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഞാൻ സമാധാന ദൂതനാണ്. ഡസൻ കണക്കിന് യുദ്ധം ഞാൻ ഇടപെട്ടുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലുള്ള ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അങ്ങനെ തന്നെ തീരാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഇറാനും അമേരിക്ക യുദ്ധമാണ്. അപ്പോൾ അമേരിക്ക അതൊരു കക്ഷിയായിരിക്കുന്ന അമേരിക്ക തന്നെ എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരുപാട് സാങ്കേതികപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ലെബനാൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായ രീതിയിൽ ഇസ്രായേലിനെ ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു പരിപാടി നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞ ചെറ്റത്തരം എന്നുള്ള രീതിയിലൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും അത് തുടരാൻ വേണ്ടി സാധിക്കുകയില്ല, അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലുമായിട്ട് ഇപ്പോൾ അമേരിക്ക വലിയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉടക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യം നിലനിൽക്കുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ്. മാത്രമല്ല വലിയ രീതിയിലുള്ള സൈനിക സഹായങ്ങളും ആയുധ സഹായങ്ങളും നിത്യേന എന്നോണം അമേരിക്ക ഇസ്രായേലിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിശ്ചലമാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇറാൻ പറഞ്ഞെടുത്ത് കാര്യങ്ങളെത്തും. ഭൗമ മേഖലയിൽ നിന്ന് ഇസ്രായേൽ എന്നൊരു ഒരു രാജ്യം ഇല്ലാതാകുന്ന ഒരു പ്രവാദം തീർച്ചയായിട്ടും ലോകത്തിന് വരുമെന്നാണ് അവർ പറഞ്ഞത്. ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ നീക്കം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമാണ്. അത് എല്ലാ കാലത്തും തങ്ങളുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. നിലപാടിൽ തങ്ങൾ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മുൻപ് ഇറാൻ വെച്ചിരിക്കുന്നത്, അതായത് ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ്. ഈ ദുരൂഹതകൾ തീർച്ചയായിട്ടും പരിഹരിക്കണം. അല്ലെങ്കിൽ ഇത് രഹസ്യമായ രീതിയിലാണോ ഈ ഡീലിംഗ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതൊക്കെ ലോകം ഇപ്പോൾ സംശയിക്കുന്നു. കാര്യം $300 ബില്യൺ നഷ്ടപരിഹാരം ഇറാന് അമേരിക്ക നൽകണം എന്ന് അവർ പറഞ്ഞു വെക്കുകയും ആ നിലപാടിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോടെ എടുക്കും അമേരിക്ക തകർക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലയളവ് എടുക്കുമെന്ന് മാത്രമല്ല വലിയ സാമ്പത്തിക ചിലവ് ഇറാന് ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു അവസ്ഥകളും യഥാർത്ഥത്തിൽ ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നും നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും സാഹചര്യങ്ങൾ ഏത് തരത്തിലൂടെ നീങ്ങുകയാണെങ്കിൽ യുദ്ധവിരാമം എന്ന് പറയുന്നത് ലോകത്തിന് വലിയ രീതിയിൽ ആശ്വാസമാണ്. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. $85 വിനിമയം താന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 105 വരെ 110 വരെ എത്തിയിരുന്നു. അത് വളരെ പൊടുന്നനെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഇടിവുണ്ടായത്. പക്ഷേ അവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇടിവുണ്ടായി എന്നല്ലാതെ പെട്രോളിയത്തിനൊക്കെ എല്ലാ രാജ്യത്തും വില കൂടിയിട്ടുണ്ട്. കൂടിയ വില ഒരിക്കലും പോലും ഒരു സർക്കാർ പിന്നെ ഒഴിവാക്കില്ല. കിട്ടുന്ന വരുമാനം എന്തിനാണ് ഒഴിവാക്കുന്നത് എന്നുള്ളിടത്തേക്ക് അവർ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കും.